ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കിയ ആരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കിയ ഒത്തിരി പേരെ എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ ഈ എംപ്ലോയിയുടെ കാര്യം പറഞ്ഞത്, ആള് ചെയ്തത് ടീഷർട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസിക്കലി ഈസ് ഓൺ ഡിമാൻഡ് ആണ്. ഓക്കെ, നമ്മൾ ഒരു സപ്ലയർ ആയിട്ട് നമ്മൾ ടൈപ്പ് ആണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഓർഡർ വന്നു. ഓർഡർ വരുമ്പോൾ ഈ ഓർഡർ ഓട്ടോമാറ്റിക്കലി ആ സപ്ലയറിൻ്റെ അടുത്ത് പോകും. സപ്ലയർ അത് പ്രൊഡക്റ്റ് റെഡിയാക്കി ആ കസ്റ്റമറിന് അവരവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് കൊടുക്കും. സോ ബേസിക്കലി വി ആർ നോട്ട് ഓണിങ് എനി ഇൻവെൻട്രി. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നൗ ദ ഡേഞ്ചർ ഈസ്, ഇവൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആകണമെന്നില്ല കേട്ടോ. ഈ പുള്ളി ഇവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ he created custom designs for t-shirt. Okay, custom design, his own designs. എന്നിട്ട് അത് ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഡിസ്പ്ലേ കൊടുക്കും. നൗ ആസ് എ കസ്റ്റമർ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗോ സെലക്ട് എ ഡിസൈൻ, സെലക്ട് എ ടീഷർട്ട്, കളർ ആൻഡ് ഐ വിൽ പ്ലേസ് ആൻ ഓർഡർ. ഓക്കെ, നൗ വേഴ്സ്റ്റ് പാർട്ട് ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് കസ്റ്റമർ റിട്ടേൺ. ഓക്കെ, നൗ ഈ പറയുന്ന വെണ്ടർ ആൾ മീഡിയം സൈസിൻ്റെ വൈറ്റ് ടീഷർട്ട് ഞാൻ ചൂസ് ചെയ്ത കസ്റ്റം ഡിസൈനിൽ പാക്ക് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, എനിക്ക് അയച്ചു. നൗ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. ആ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു യു. വാട്ട് യു വിൽ ഡു വിത്ത് ദാറ്റ്? കാരണം ആ വെണ്ടർ അത് എടുക്കില്ല. ഇറ്റ് ഈസ് എ കസ്റ്റം ഡിസൈൻ, ഇറ്റ്സ് എ കസ്റ്റം സൈസ്, കസ്റ്റം കളർ. ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും വേറൊരാൾ ഓർഡർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതൊരാൾ ഓർഡർ ചെയ്യാതെ മീഡിയം സൈസ് വൈറ്റ് കളറിൽ ഞാൻ ചൂസ് ചെയ്ത അതേ ഡിസൈനിൽ ഒരാൾ ഓർഡർ ചെയ്യാതെ ആ സാധനം എനിക്ക് പിന്നെ വേറെ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു 100 എണ്ണം വിൽക്കുമ്പോൾ ഒരു 10 എണ്ണം വന്നാൽ ഞാൻ 90 എണ്ണത്തിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് പോയി. ഇതാണ് എല്ലാ ഡ്രോപ്പ് ഷിപ്പിങ്ങിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം.